ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മനോരാജ്യം എന്ന വളരെ താളാത്മകമായിരിക്കുന്ന ഒരു കീർത്തനമാണ് ഇന്ന് പാടി സമർപ്പിക്കുന്നത്. അമ്പിളി പൊൻപൊളി കാമ്പൊളി ചിന്തുമ വൻപൊളി പൈതൽ തന്നമ്പൊലി ഹാസവും പാരം വരിയൊലിച്ചിടും വിധം കൃപാവാരി വാരിച്ചൊരിഞ്ഞിടുമാ നോട്ടവും ധ്യാനയോഗത്തിനാൽ കണ്ണടഞ്ഞിടുമെൻ മാനസേ മിന്നുമോ പാലിരുൾ നീക്കുമോ താമരപ്പൂമകളോ മനിച്ചിടുമ കോമള തൃക്കഴലുന്നിവച്ചങ്ങനെ കാഞ്ചന കിങ്ങിണി ചാർത്തൊലി കാതിലും പുഞ്ചിരിപ്പാലൊലി തൃപ്പൊലി കണ്ണിലും കോടി ജന്മങ്ങളിൽ കുന്നുകുന്നായി ശുഭം തേടിയ ധന്യരിൽ പെയ്തുകൊണ്ടങ്ങിനെ മഞ്ഞ വീരാളി തൻ കുത്തഴിഞ്ഞങ്ങനെ മഞ്ജുനീലാളക കെട്ടഴിഞ്ഞങ്ങനെ തെന്നലിൽ പാറിയ കണ്ണിലേക്കെപ്പോഴും വീണിടും കുന്തളമോമന കൈകളാൽ പാടി നീക്കി കുഴഞ്ഞാടിടും മെയ്യുമായോടിയെത്തുന്നൊര ശ്യാമളവർണ്ണനേ ശ്യാമളവർണ്ണനേ പൊന്മലക്കൊക്കുമഗോപിതൻ സ്വാദുവാം പോർമുലപ്പാൽ കുടിച്ചിടുമാരോമലെ മന്നിതിൽ പാടിടും പക്ഷിതൻ പാട്ടുകൾ പുണ്യമാം സ്തോത്രമായാരുടെ കാതിലോ ചെന്നലയ്ക്കുന്നിത സർവസംസ്തുത്യനെ കന്നിനെ മേച്ചിടും കണ്ണനാമുണ്ണിയേ പാരിതിൽ പൂത്തിടും പാമരക്കൊമ്പിലെ താരുകളൊക്കെയുമാരുടെ കാൽക്കലോ പൂർണ്ണ പുഷ്പാഞ്ജലിയായി വീഴുന്നിതാ കണ്ണനെ നെഞ്ചിൽ ഞാനൊന്നു കണ്ടെത്തുമോ കണ്ണനെ നെഞ്ചിൽ ഞാനൊന്നു കണ്ടെത്തുമോ ആ
കണ്ണനെ നെഞ്ചിൽ ഞാനൊന്നു കണ്ടെത്തുമോ? കള്ളയോഗത്തുകിൽ കൊള്ളുമെൻ ജീവനം വല്ലവ കന്യതൻ കണ്ണിലേക്കങ്ങനെ പല്ലവം വെല്ലുമ കൊച്ചു തൃക്കാൽ നഖ തല്ലജത്തിങ്കളിൽ നിന്നതീ ശക്തിയായി വെള്ളി വിണ്ണാറൊളിത്തു നിലാത്തുള്ളികൾ തുള്ളിക്കളിച്ചു തെറിപ്പിച്ചു തൽക്ഷണം പള്ളിയുണർത്തിച്ചിരിക്കുമിടയർ തന്നിള്ള കിടാവിൻ തെറികളെല്ലായ്പ്പോഴും തള്ളിക്കുതിച്ചു കരേറിയെന്നുള്ളമ വള്ളിക്കുടിലിൽ മുഴങ്ങുമാറാകുമോ? പൂർണ്ണ പുഷ്പാഞ്ജലിയായി വീഴുന്നിതാ കണ്ണനെ നെഞ്ചിൽ ഞാനൊന്നു കണ്ടെത്തുമോ? പാരിതിൽ പൂത്തിടും മാമരക്കൊമ്പിലെ താരുകളൊക്കെയുമാരുടെ കാൽക്കലു പൂർണ്ണ പുഷ്പാഞ്ജലിയായി വീഴുന്നിതാ കണ്ണനെ കാർവർണ്ണനെ കണ്ണനെ നെഞ്ചിൽ ഞാനൊന്നു കണ്ടിടുമോ? കണ്ണാ കാർമുകിൽ വർണ്ണ കരിമുകിൽ വർണ്ണ കായാമ്പു വർണ്ണ മഴമുകിലൊളി വർണ്ണ നെഞ്ചിൽ ഞാനൊന്നു കണ്ടിടുമോ? സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ജന്മാദ്യസ്യേതൊന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്झितकैतवोऽत्र परमो നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാൽ. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഭാഗവത സൂര്യൻ്റെ അനുഗ്രഹത്തിൻ്റെ തിളക്കം കൊണ്ട് ഭാഗവതത്തെ അറിയാനും അലിയാനും നമുക്ക് കുറച്ചെങ്കിലും സാധിച്ചു. ഗുരുനാഥന്മാരുടെ കാരുണ്യം. ആ ശ്രീമദ് ഭാഗവതം സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതി മന്വന്തരം ഈശാനുകഥ നിരോധം മുക്തി ആശ്രയം എന്നുള്ള 10 ലക്ഷണങ്ങളിലൂടെ
കടന്നുപോയപ്പോൾ അതിൽ ആദ്യത്തെ 2 സ്കന്ധങ്ങൾ ശ്രോതാവിൻ്റെയും വക്താവിൻ്റെയും പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞ് പിന്നീടുള്ള 10 സ്കന്ധങ്ങളിലൂടെ ഈ 10 ലക്ഷണങ്ങളെ അനുസ്മരിച്ചപ്പോൾ അതിപ്പോൾ കഴിഞ്ഞ ദിവസം പൂർത്തിയായി 11ാമത്തെ അധ്യായവും നമ്മൾ സമർപ്പിച്ചു. ഇന്നലെ ഈ 12 സ്കന്ധങ്ങളുടെയും സാരമായിരിക്കുന്ന 12ാമത്തെ സ്കന്ധത്തിലെ 12ാമത്തെ അധ്യായം നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചു. ആ 12ാം അധ്യായത്തിൻ്റെ സാരം, അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഇന്നു മുതൽ നമ്മൾ കടക്കുകയാണ്. സൂത ശൗനക സംവാദ രൂപത്തിൽ നൈമിഷാരണ്യത്തിൽ നടക്കുന്ന ഭാഗവത കഥാകഥനം. അതിൽ സൂതൻ പറഞ്ഞു തുടങ്ങി, നമോ ധർമായ മഹതേ നമഃ കൃഷ്ണായ വേധസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതനാൻ. മഹതേ ധർമായ നമഃ, മഹത്തായ ധർമ്മത്തിന് നമസ്കാരം, ധർമ്മത്തിന് ആദ്യം നമസ്കാരം. പിന്നെ വേധസേ കൃഷ്ണായ നമഃ, ലോകകർത്താവായിരിക്കുന്ന ആ ശ്രീകൃഷ്ണന് നമസ്കാരം. ബ്രാഹ്മണേഭ്യ നമസ്കൃത്യ, ബ്രാഹ്മണർക്കായിട്ട് നമസ്കാരം, അവരെ നമസ്കരിച്ചിട്ട് സനാതനാൻ ധർമാൻ ഭക്ഷ്യേ, സനാതനമായ ധർമ്മങ്ങളെ പറയുകയാണ്. ഇപ്പോൾ 12ാമത്തെ അധ്യായത്തിൽ സൂതൻ പ്രഥമസ്കന്ധം മുതൽ 12ാമത്തെ സ്കന്ധം വരെ പുരാണത്തിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന സർവകാര്യങ്ങളെയും അനുക്രമമായി സംഗ്രഹിച്ച് പറയുകയാണ് ഇവിടെ. ഇപ്പം സർവധർമ്മത്തിൽ വെച്ചും മഹത്തായിരിക്കുന്ന ഭഗവത് ഭക്തി, അതിന് ആദ്യം നമസ്കാരം. വേദോക്ത സർവധർമ്മ പ്രവർത്തകന്മാരായിരിക്കുന്ന ബ്രാഹ്മണർക്ക് നമസ്കാരം. ഭഗവാനായിരിക്കുന്ന കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ഭാഗവതം തന്നെ ഓർമ്മിപ്പിക്കുന്ന ഭഗവാൻ എന്ന 6 ഭഗങ്ങളോടുകൂടിയ ആ ശ്രീകൃഷ്ണന്, ജ്ഞാനം വിജ്ഞാനം തുടങ്ങിയ 6 ഭഗങ്ങളോടുകൂടിയ ശ്രീകൃഷ്ണന് നമസ്കാരം. ഇവരെയൊക്കെ നമസ്കരിച്ചിട്ട് അനാദിയായ ധർമ്മങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, സനാതനമായ ധർമ്മങ്ങളെ പറഞ്ഞു തരാം എന്ന് പറയുക. ഏതദ്വകഥിതം വിപ്രാം വിഷ്ണോശ്ചരിതമത്ഭുതം ഭവദ്ഭിർയദഹം പൃഷ്ടോ നരാണാം പുരുഷോചിതം. വിപ്രാ, അല്ലയോ ബ്രാഹ്മണരെ, ഭവദ്ഭി അഹം യത് പൃഷ്ടഃ, ഭവാന്മാരാൽ നിങ്ങളാൽ എന്നോട് എന്താണ് ചോദിക്കപ്പെട്ടത്? നരാണാം പുരുഷോചിതം, നരന്മാർക്ക് മനുഷ്യർക്ക് ഏറ്റവും പുരുഷത്വം സിദ്ധിച്ചാൽ ഉചിതമായിരിക്കുന്നത് എന്താണോ? അത്ഭുതം വിഷ്ണോ ഏതത് ചരിതം, ആശ്ചര്യകരമായിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന വിഷ്ണുവിൻ്റെ ഈ ചരിത്രത്തെ വാ കഥിതം, നിങ്ങളോട് പറയപ്പെട്ടു. അപ്പോൾ ബ്രാഹ്മണരെ, നിങ്ങൾ എന്നോട് എന്താണോ ചോദിച്ചത്, ആദ്യം നിങ്ങൾ ചോദിച്ചു, കുറേ ചോദ്യങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടായി. ആ ചോദ്യങ്ങൾക്ക് മറുപടിയായി മനുഷ്യർക്ക് ശ്രവണത്തിന് യോഗ്യമായതും ആശ്ചര്യം നിറഞ്ഞതുമായിരിക്കുന്ന സാക്ഷാൽ ഹരിയുടെ കഥകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതുവരെ ആ ശ്രീഹരിയുടെ കഥകളെ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ഞാൻ പറഞ്ഞു തരികയാണുണ്ടായത്. ഇതിൻ്റെ പ്രത്യേകത എന്താ? അത്ര സങ്കീർത്തിത സാക്ഷാൽ സർവപാപഹരോ ഹരി നാരായണോ ഹൃഷീകേശോ ഭഗവാൻ സാത്വതാം പതി. ഈ ഭാഗവതം അത്ര, ഇതിൽ സർവപാപഹരഃ, സർവപാപങ്ങളെയും ഹരിക്കുന്നവൻ, ഹൃഷീകേശ, ഇന്ദ്രിയങ്ങളുടെ നിയന്താവായിരിക്കുന്ന, ഭഗവാൻ, ഷഡ്ഗുണ പരിപൂർണനായിരിക്കുന്ന, നാരായണ, നാരത്തിൽ അയനം ചെയ്യുന്നവൻ നാരായണൻ. അപ്പം സർവകാരണഭൂതനായിരിക്കുന്ന
സാത്വതാം പതി സാക്ഷാത് ഹരി, ഭക്തസംരക്ഷകനായിരിക്കുന്ന സാക്ഷാൽ ഹരി സങ്കീർത്തിത, ഇവിടെ സമ്യക്കായി കീർത്തിക്കപ്പെട്ടിരിക്കണമെന്നാണ്. ഈ ഭാഗവതം ഭക്തന്മാരുടെ പാപങ്ങളെ ഇല്ലാതെയാക്കുന്നതാണ്. കാരണം എന്താ? ഇതിൽ പാപങ്ങളെ ഹരിക്കുന്ന ശ്രീഹരിയുടെ ഭക്തവാത്സല്യാദി കല്യാണ ഗുണങ്ങൾ കീർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ കഥകളും അങ്ങനെയാണ്. ഭഗവാൻ ഭക്തജനങ്ങളെ രക്ഷിക്കുന്നതും ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നതുമായിട്ടുള്ള കഥകളാണ് ഇതിലൂടെ പറഞ്ഞത്. അതേപോലെ ഭഗവാനെ സ്തുതിക്കുന്ന ആളുകളെ ഭഗവാൻ രക്ഷിച്ചതായിട്ടുള്ള കഥകളും നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ദ്രിയവൃത്തികൾക്ക് ഗോചരനല്ലാത്ത ഭഗവാൻ, കണ്ണുകൊണ്ട് കാണാനാവാത്തതും എന്നാൽ കണ്ണിന് കാണാനുള്ള ആ അനുഗ്രഹം നൽകുന്നവനുമായിരിക്കുന്ന ഭഗവാൻ സാക്ഷാൽ ഹരി. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാവാം ഒരുപക്ഷെ ഭഗവാന്റെ മുമ്പിലെത്തുമ്പോഴേക്കും നമ്മൾ കണ്ണുകൾ രണ്ടും അടയ്ക്കുന്നു, അകക്കണ്ണ് തുറക്കുന്നു. അകക്കണ്ണ് എവിടെയാണ് എന്ന് നമുക്കറിയില്ല. എങ്കിലും ആ കണ്ണനെ ഒന്ന് കണ്ടാലുടനെ കണ്ണുകൾ രണ്ടും അടയുകയും കണ്ണീരുണരുകയും ചെയ്യുന്നു എങ്കിൽ സത്യത്തിൽ അതാണ് ഭക്തി. അപ്പം ഇവിടെ പറയുകയാണ്, ഭഗവാന്റെ പാദാരവിന്ദത്തെ ശ്രവണകീർത്തനാദി വഴിയിൽ ഭജിക്കുന്ന ആളുകൾക്ക് ശ്രവണദ്വാര, കീർത്തനദ്വാര, സ്മരണയിലൂടെയൊക്കെ പ്രഹ്ലാദൻ പറഞ്ഞു തരുന്ന നവധാഭക്തി ഇവിടെയും വളരെ പ്രസക്തമാണ്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇങ്ങനെയാണ്. അങ്ങനെ ആ പടിപടിയായി വരുന്ന ആളുകൾക്ക് സംസാര സാഗരത്തിൻ്റെ മറുകര കടക്കാൻ സാധിക്കും. സംസാര സാഗരത്തെ സന്തരണം ചെയ്യാൻ സാധിക്കും. അത് ഈ ഭാഗവതത്തിലൂടെ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. ഇത് തന്നെയാണ് വേദത്തിൽ ഉപാസനാകാണ്ഡത്തിൽ തീർച്ചപ്പെടുത്തിയിട്ടുള്ളതും. വേദസാരമാണ് ശ്രീമദ് ഭാഗവതം, അല്ലേ? നമ്മൾ നേരത്തെ ചൊല്ലുകയുമുണ്ടായി. നിഗമ കൽപ്പതരോർഗളിതം ഫലം, കൽപ്പവൃക്ഷം, കൽപ്പതരോർ ഗളിതം ഫലം, താഴേക്ക് വീണ ആ ഫലമാണ് ശ്രീമദ് ഭാഗവതം. നിഗമ കൽപ്പതരോർഗളിതം ഫലം ശുകമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം എന്നാണ് തുടക്കത്തിൽ ഭാഗവതത്തിൻ്റെ 3-ാമത്തെ ശ്ലോകമായിട്ട് നമ്മൾ കേട്ടത്. 3-ാമത്തെ ശ്ലോകത്തിൽ 3 അക്ഷരങ്ങളിലൂടെ പറഞ്ഞു പിബത, പിബത, നിങ്ങൾ ആവോളം കുടിക്കുവിൻ ഈ ഭാഗവതം എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടെ കഴിഞ്ഞ നിരവധിയായിരിക്കുന്ന ശ്ലോകങ്ങളിലൂടെ, അധ്യായങ്ങളിലൂടെ, വിവിധങ്ങളായ സ്കന്ധങ്ങളിലൂടെ, വിവിധ ലക്ഷണങ്ങളിലൂടെ ഒക്കെ പറഞ്ഞു വച്ചത്. അപ്പോൾ ഇതിൽ ആ സാത്വതാംപതിയായിരിക്കുന്ന സാക്ഷാൽ ഹരി, ആ ഹരിയെക്കുറിച്ച് സമ്യക്കാവുന്ന വട്ടത്തിൽ സങ്കീർത്തിത, കീർത്തിക്കപ്പെട്ടിരിക്കുന്നു ഈ ഭാഗവതത്തിൽ. അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗതപ്രഭവാപ്യയം ജ്ഞാനം ച തതുപാഖ്യാനം പ്രോക്തം വിജ്ഞാനസംയുതം. ജഗതപ്രഭവാപ്യയം, ലോകത്തിൻ്റെ ആ ഉൽപ്പത്തിക്കും ലയത്തിനും സ്ഥാനമായിരിക്കുന്ന ഗുഹ്യം, വേദ താൽപ്പര്യ വിഷയമായിരിക്കുന്ന പരംബ്രഹ്മ, പരംബ്രഹ്മവും അല്ലെങ്കിൽ ആ പരബ്രഹ്മവും വിജ്ഞാനസംയുതം, അപരോക്ഷ ജ്ഞാനപര്യന്തമുള്ള ജ്ഞാനം, തതുപാഖ്യാനം, അതിനെ പ്രകാശിപ്പിക്കുന്ന സാധനവും അത്ര പ്രോക്തം, ഇതിൽ പ്രകർഷേണ ഉക്തം, പ്രകർഷേണ പറയപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രോക്തം. അപ്പം ഈ ഭാഗവതത്തിൽ ലോകം ഏതൊന്നിൽ നിന്നാണോ ഉത്ഭവിക്കുന്നത്, ഏതൊന്നിലേക്കാണോ ലയിക്കുന്നത്, വേദത്തിൻ്റെ താല്പര്യത്തിന് വിഷയമായിരിക്കുന്ന ആ പരമസൂക്ഷ്മമായിരിക്കുന്ന പരമാർത്ഥ വസ്തു ഏതാണോ, യാതൊന്നാണോ, ആ പരബ്രഹ്മത്തെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പലതായി കാണപ്പെടുന്ന ഒരേ ഒരു ചൈതന്യത്തെ, ഏകം സദ്വിപ്രാ ബഹുധാവദന്തി, പല രൂപത്തിൽ പല കഥകളിലൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് എല്ലാം ഒരാൾ തന്നെ. അപ്പം അതുകൊണ്ട് ഒരേ ഒരു ചൈതന്യം തന്നെ.
അപ്പോൾ ഈ പരബ്രഹ്മം സർവാശ്രയമായിരിക്കുന്നത് ഏത് തരത്തിലാണ് എന്നാണെങ്കിൽ, ഏതിൽ നിന്നാണോ ഈ ലോകം ഉദ്ഭവിക്കുന്നത്, ഏതിലേക്കാണോ ഈ ലോകം ലയിച്ചു ചേരുന്നത്, ആ ബ്രഹ്മം അതാണ് ഏകസത്യം. അങ്ങനെയിരിക്കുന്ന പരബ്രഹ്മം തന്നെയാണ് സർവാത്മാവായിരിക്കുന്നത്. അതിനെ കാണാൻ സാധിക്കില്ല, അതിനെ അനുഭവിച്ചറിയേണ്ടതാണ്. ഇനി ഈ തരത്തിൽ അതിനെ സാധിപ്പിക്കുന്ന സാധന സാമഗ്രികൾ ഏതൊക്കെയാണ്, അതും വളരെ ഭംഗിയായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വേദത്തിലെ ബ്രഹ്മകാണ്ഡവും ഈ ഭാഗത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വേദത്തിലെ ഉപാസനാകാന്ഡം തന്നെയാണ് ഭാഗവതം. ഇവിടെ വേദത്തിലുള്ള ഈ ബ്രഹ്മകാന്ഡം അല്ലെങ്കിൽ ജ്ഞാനകാന്ഡവും ഈ ഭാഗവതം തന്നെയാണ്. യാതൊരു സംശയവുമില്ലാതെ, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ സൂതൻ ശൗനകാദി ഋഷീശ്വരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പം കലിമാലിന്യങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഹരികഥ കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ശൗനകാദി ഋഷീശ്വരന്മാർ ബ്രഹ്മാവ് നൽകിയ ഒരു ചക്രവുമായി ഇറങ്ങി പുറപ്പെട്ടു. ആ നേമി ചക്രം എവിടെ തകരപ്പെടുന്നുവോ, എവിടെ തകർക്കപ്പെടുന്നുവോ അവിടെയാണ് നിങ്ങൾക്ക് ഭഗവത് ഭജനത്തിന് ഏറ്റവും യോജിച്ച സ്ഥലം എന്ന് ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് അവര് വന്നപ്പോഴാണ് നേമി, ആ ചക്രം എവിടെയാണോ തകർന്നത് അത് നൈമിഷാരണ്യം എന്നറിയപ്പെടുന്ന ആ സ്ഥലത്തിരുന്നാണ് ഭാഗവത കഥകൾ കേൾക്കുന്നത്. ആരുടെ മുഖാരവിന്ദത്തിൽ നിന്നാണ്? ഉഗ്രശ്രവസ്സ എന്ന സൂത പൗരാണികനിൽ നിന്ന്. രോമഹർഷണ പുത്രനായതുകൊണ്ട് രൗമഹർഷിണി എന്നറിയപ്പെടുന്ന ആ പുരാണ കഥാകുശലനായിരിക്കുന്ന അദ്ദേഹത്തിൽ നിന്നും ശ്രവണത്തിൽ ഏറ്റവും കൗശല്യം ഉള്ള മഹർഷിമാര്, ശൗനകാദി ഋഷീശ്വരന്മാർ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ ആ 4 ശ്ലോകങ്ങളോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. 5-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഹരയേ നമഃ. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു.
ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ
ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയാം, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.